ലാലേട്ടൻ ആര്യൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞപ്പോൾ ആര്യൻ്റെ ഫേസിലെ എക്സ്പ്രഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലാലേട്ടനോട് എന്തോ ദേഷ്യമുള്ളതുപോലെ നമുക്ക് തോന്നും. പക്ഷേ ആര്യനെ അവിടെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഈ നിർത്തി അപമാനിക്കാന്നൊക്കെ കേട്ടിട്ടില്ലേ, അതാണ് ലാലേട്ടൻ ഇന്നലെ ചെയ്തത്. ആര്യനെ അങ്ങ് നിർത്തി അപമാനിച്ച് കളഞ്ഞു. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. സംഭവം നമ്മുടെ ടാസ്കിൽ മുട്ടയടിക്കാൻ കൊടുത്തിരുന്ന ഒരു ട്രിമ്മർ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ അവർക്ക് കാണിച്ചു കൊടുത്തിരുന്നു. അത് വർക്ക് ചെയ്യില്ല, അത് വീട്ടുകാർക്ക് അറിയില്ല. അത് ടേബിളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിഷയത്തെപ്പറ്റി ലാലേട്ടൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് ലാലേട്ടൻ ആര്യൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മോനെ നീ ഈ ട്രിമ്മർ ആദ്യം തന്നെ അങ്ങ് എടുത്ത് നോക്കിയാൽ പോരായിരുന്നോ, നീ വെറുതെ എന്തിനാ അടുക്കളയിൽ നിന്ന് കത്തിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് താടി ഷേപ്പ് ചെയ്തത്, നീ മോനെ ഒരു കാര്യം ചെയ്യേ, എന്നാൽ നീ ഇതങ്ങ് എടുത്തോ, നീ ഇത് ഇനി ഉപയോഗിച്ച് നിൻ്റെ താടിയൊക്കെ ട്രിം ചെയ്യാൻ വേണ്ടിയിട്ട് നീ ഇതങ്ങ് എടുത്തോ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന ആ ഒരു ട്രിമ്മർ ലാലേട്ടൻ അനുവാദം കൊടുക്കുന്നു ആര്യൻ എടുക്കാൻ. ആര്യൻ കൈയൊക്കെ തൊഴുത്, എൻ്റെ പൊന്ന് ലാലേട്ട, നന്ദിയുണ്ട് ലാലേട്ട എന്നുള്ള രീതിയിൽ കൈയൊക്കെ തൊഴുത് പിടിച്ചിട്ട് താങ്ക് യു എന്ന് പറഞ്ഞ് ഓടി വന്ന് ട്രിമ്മർ എടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ലാലേട്ടൻ ചോദിക്കുന്നു, മോനെ അതൊന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയേരേ എന്ന് പറയുന്നു. അപ്പോൾ ആര്യൻ സ്വിച്ചൊക്കെ ഓണാക്കി നോക്കി, തലം കുത്തി നോക്കി, ബാറ്ററിയൊക്കെ നോക്കി, ഒന്നും വർക്ക് ചെയ്യുന്നില്ല, ചാർജ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊന്നുമില്ല. അപ്പോഴാണ് ആര്യന് കാര്യം മനസ്സിലായത്. ഉടനെ തന്നെ ലാലേട്ടൻ പറയുന്നുണ്ട്, മോനെ മുട്ടയടിക്കാൻ സമ്മതിക്കാത്ത നിനക്ക് താടി പഠിക്കാൻ ഞങ്ങൾ ട്രിമ്മർ തരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ തന്നെ എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നു. അപ്പോഴാണ് ആര്യൻ മനസ്സിലാക്കുന്നത് ലാലേട്ടൻ തന്നെ നിർത്തി അപമാനിക്കുമായിരുന്നു എന്നുള്ളത്. ആ സമയത്ത് ആര്യൻ്റെ എക്സ്പ്രഷൻ കാണണമായിരുന്നു. വെറുതെ അവിടുന്ന് ഓടി വരികയും ചെയ്തു, കൈകൂപ്പി താങ്ക് യു എന്നും പറഞ്ഞു. എല്ലാം പറഞ്ഞു കഴിഞ്ഞ് അവസാനം പവനായി ശവമായി എന്ന് പറഞ്ഞ രീതിയിലേക്ക് ആയിപ്പോയി. ബിഗ് ബോസിലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ബിഗ് ബോസിലെ ഇന്നും ഒരു എവിക്ഷൻ നടക്കുന്നുണ്ട്. ബാക്കിയുള്ള 8 പേരിൽ ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.